നമസ്കാരം. കഴിഞ്ഞ 28 വർഷം സർവാധികാരിയായി ജീവിച്ച ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ. 18 വർഷം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അവർക്ക് ഭരണമുണ്ടായിരുന്നപ്പോൾ ഭരണം നിയന്ത്രിച്ചിരുന്നത്, മുഖ്യമന്ത്രിക്ക് സമാനമായ സുരക്ഷ പോലും ഒരുക്കിക്കൊടുത്തിരുന്നത് പിണറായിക്ക് വേണ്ടിയായിരുന്നു. അവസാനത്തെ 10 വർഷം Z+ കാറ്റഗറിയിലായിരുന്നു പിണറായിയുടെ യാത്ര. മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമായിരുന്നില്ല Z+ കാറ്റഗറി കിട്ടിയത്. രാജാവിനെ പോലെ നാടിളക്കി ജീവിക്കാനുള്ള പിണറായിയുടെ മോഹത്തിന്റെ ഫലമായിരുന്നു മുമ്പിലും പിൻപിലും അനേകം വട്ടം കറങ്ങുന്ന ലൈറ്റുള്ള വാഹനങ്ങൾ. എന്നാൽ പെട്ടെന്ന് പിണറായി വിജയൻ അധികാര കസേരയിൽ നിന്നും താഴെ ഇറങ്ങി. നനച്ചിരിക്കാതെയായിരുന്നു ആ വീഴ്ച. അതിനുശേഷം ഔദ്യോഗികമായി പിണറായിയുടെ Z+ കാറ്റഗറി പിൻവലിച്ചിരിക്കുന്നു. പിണറായിക്ക് ഇനിമേൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും ഒരു പൈലറ്റ് വാഹനം മാത്രമാണ് ഉണ്ടാവുക. എസ്കോർട്ട് ഉണ്ടാവുകയില്ല. ഈ പൈലറ്റ് തന്നെ സ്ഥിരം സംവിധാനമല്ല. ആ അതിർത്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൈലറ്റായി പോയാൽ മതി. പിണറായിക്ക് ഇനി മുതൽ ഔദ്യോഗികമായി ലഭിക്കുക 2 പോലീസുകാരുടെ എസ്കോർട്ട് മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു സർക്കാർ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുമെങ്കിലും കാടിളക്കി ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കിയുള്ള യാത്ര, ചുറ്റിനും പോലീസുകാരെ നിർത്തി ജനത്തെ ഭയപ്പെടുത്തിയുള്ള യാത്ര പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റീൽ ബെഞ്ചിലിരിക്കുമ്പോൾ അതിത്ര വാർത്തയാകുന്നത്. ഒരേ ഫ്രെയിമിൽ പിണറായി വിജയനും KK രമയും ഇരിക്കുന്ന ഒരു ചിത്രം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു. നാളെ ഒരുപക്ഷെ KK രമ പിണറായിയേക്കാൾ അധികാരമുള്ള പദവിയിലേക്ക് മാറിയെന്ന് വരാം. ഇതിനിടയിലാണ് പിണറായി ചിരഞ്ജീവിയാണ് എന്ന് കരുതി തോന്നിയതുപോലെ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പണി കിട്ടി തുടങ്ങുന്നത്. ആദ്യം അന്വേഷിച്ചത് രക്ഷാപ്രവർത്തനം എന്ന് പേര് വിളിച്ചുകൊണ്ട് പിണറായിയുടെ 2 അംഗരക്ഷകരുടെ നേതൃത്വത്തിൽ 5 പോലീസുകാർ നിരപരാധികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വലിയ ദണ്ടുപയോഗിച്ച് തല്ലിച്ചതച്ച കേസാണ്. അതിൻ്റെ അന്വേഷണം കേരളത്തിൽ ഇപ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായ AP ഷൗക്കത്ത് അലി SP-യുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഷൗക്കത്ത് അലിയുടെ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഞെട്ടിക്കുന്ന പല തെളിവുകളും കണ്ടെത്തി. സന്ദീപ് എന്നും അനിൽകുമാർ എന്നും പേരുള്ള പിണറായിയുടെ 2 ഗൺമേന്മാരും കുറ്റകൃത്യം ചെയ്തു, മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ല ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത് എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇവർ പരാതി കൊടുത്തപ്പോൾ കേസ് അന്വേഷിച്ച അരുൺ എന്നു പേരുള്ള ഒരു SHO ആണ്. SHO സത്യസന്ധമായി തന്നെ SP ചൈത്ര തെരേസ ജോണിന് റിപ്പോർട്ട് കൊടുത്തു. ആ പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നായിരുന്നു അരുണിൻ്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അതേപടി SP പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അപ്പോൾ സർവാധിപനായി വാഴുന്നത് ADGP അജിത് കുമാറാണ്. ആ റിപ്പോർട്ട് അജിത് കുമാർ വിളിച്ചു വരുത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ കുറ്റകൃത്യം ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് എഴുതിയ അരുൺ എന്ന SHOയ്ക്ക് ഏറെ വൈകാതെ സ്ഥലം മാറ്റമായി. അരുൺകുമാറിനെ ഈസ്റ്റ് കല്ലടയിലേക്കാണ് മാറ്റുന്നത്. പകരം വന്നത് തോംസൺ എന്നു പേരുള്ള ഒരു SHO ആണ്. അദ്ദേഹവും ഇതേ നിലപാട് തുടർന്ന് റിപ്പോർട്ട് മാറ്റി എഴുതാൻ തോംസന് മേൽ സമ്മർദ്ദം വരുന്നു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന്. ആദ്യ റിപ്പോർട്ട് എഴുതിയ അരുണിനെ വിളിച്ചു വരുത്തി ആ റിപ്പോർട്ട് തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ആത്മാഭിമാനമുള്ള ഉദ്യോഗസ്ഥൻ അതിന് വിസമ്മതിക്കുന്നു. എങ്കിൽ ജോലി തെറിക്കും, സസ്പെൻഷനാണ് എന്നാണ് ADGPയുടെ സന്ദേശം അരുണിന് കിട്ടുന്നത്. ഒടുവിൽ ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കി വെച്ചിരുന്ന റിപ്പോർട്ടിൽ ഒപ്പിടാൻ നിർബന്ധിതരാകുന്നു അരുണും തോംസണും. രണ്ടുപേരെയും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി 3 ദിവസം അവരെ തൂണിൽ പിടിപ്പിച്ച് നിർത്തി ഭയപ്പെടുത്തിയാണ് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വെള്ളപൂശി തയ്യാറാക്കി റിപ്പോർട്ടിൽ ഒപ്പുവെപ്പിച്ചത്. തുടർന്ന് വിജയൻ എന്നു പേരുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്ക് അന്വേഷണം കൈമാറുന്നു. വിജയൻ ഹെഡ്ക്വാർട്ടേഴ്സിലെ നിർദ്ദേശമനുസരിച്ച് ഭയപ്പെട്ട് ഗൺമാന്മാരെ വെള്ളപൂശിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ റിപ്പോർട്ട് മുഴുവൻ തയ്യാറാക്കാൻ നിർദ്ദേശം കൊടുത്തതും മര്യാദയ്ക്ക് പണിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരട്ടിയതും ADGP ആയിരുന്ന അജിത് കുമാറാണ്. അന്വേഷണം വന്നപ്പോൾ ADGP കരുതിയത് തനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല, എഴുതി കൊടുത്തതും ഒപ്പിട്ടതുമൊക്കെ താഴത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ എന്നാണ്. എന്നാൽ ഈ SHOമാർ ബുദ്ധിമാന്മാരായിരുന്നു. അവർ ആദ്യം എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ കോപ്പി ആരും അറിയാതെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രംഗത്തെത്തിയതോടെ അവർ ആദ്യം കൊടുത്ത റിപ്പോർട്ടും അത് തിരുത്താൻ കിട്ടിയ നിർദ്ദേശങ്ങളും ആര് പറഞ്ഞിട്ട്, എങ്ങനെ എഴുതി, എന്ത് തയ്യാറാക്കി, ആരൊപ്പിടിപ്പിച്ചു, ആരായിരുന്നു എഴുതിയത് തുടങ്ങിയ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. ഇതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ രക്ഷിക്കാൻ വേണ്ടി ADGP അജിത് കുമാർ കളിച്ച തറക്കളിയുടെ വിശദാംശങ്ങൾ കണ്ടെത്തുകയും
ഷൗക്കത്തലിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മറുനാടൻ ലഭിക്കുന്ന വിവരം. അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റ തോമസിനെയും അജയ്യെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ചോദ്യം ചെയ്യലും സാക്ഷികളുടെ ചോദ്യം ചെയ്യലും ഈ സമയത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലും അന്ന് സ്ഥലം മാറ്റപ്പെട്ട ചൈത്ര തെരേസ ജോണിന്റെ ചോദ്യം ചെയ്യലുമൊക്കെ ഇതിന്റെ ഭാഗമായി നടത്തും. ചൈത്ര തെരേസ ജോൺ കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള അപൂർവം പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. ചൈത്രയുടെ പിതാവ് കസ്റ്റംസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹവും ആരുടെയും ഭയപ്പെടുത്തലിനും ഭീഷണിക്കും വഴങ്ങിയിട്ടുള്ള ആളല്ല. അതേ നട്ടല് ചൈത്ര എക്കാലത്തും പിന്തുടരുന്നതുകൊണ്ട് ചൈത്രയെയും സ്ഥലം മാറ്റി രസിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചൈത്ര അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ പ്രതിക്കൂട്ടിലാവുന്നത് താഴത്തെ തട്ടിലെ പോലീസുകാർ അല്ല, നേരെ മറിച്ച് ADGPയും പോലീസ് ആസ്ഥാനത്തെ മറ്റു ചില ഉദ്യോഗസ്ഥരുമാണ്. ഈ കേസ് അട്ടിമറിക്കാൻ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നു എന്ന റിപ്പോർട്ടായിരിക്കും അന്വേഷണ സംഘം മേലധികാരികൾക്ക് കൈമാറുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറെ വൈകാതെ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കുമെന്നാണ് പോലീസ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. പിണറായിയുടെ കാലത്ത് ഏതറ്റം വരെ പോയി എന്ത് വൃത്തികേടും കാണിക്കുന്ന പോലീസ് ഓഫീസറായിരുന്നു അജിത് കുമാർ. അനധികൃത സ്വത്ത് സമ്പാദനമടക്കം പിണറായിക്ക് വേണ്ടി ദാസ്യപ്പണി ചെയ്ത നിരവധി കേസുകളിൽ അദ്ദേഹത്തിന് പങ്കാളിത്തം പുറത്തു വന്നിരുന്നു. സുജിത് ദാസ് എന്ന SP ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നേരിട്ടു. തൃശൂർ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ് എന്ന ആരോപണമുണ്ടായി. ഇത്തരത്തിൽ പല ആരോപണങ്ങളും ഉണ്ടായിട്ടും അജിത് കുമാറിനെ സംരക്ഷിക്കുകയായിരുന്നു പിണറായി വിജയൻ. അജിത് കുമാറിന്റെ ഇത്തരം പങ്കാളിത്തങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് തുടക്കമായി മാറും ഈ രക്ഷാപ്രവർത്തനത്തിൽ അജിത് കുമാറിനുള്ള പങ്കാളിത്തം പുറത്തു വരുമ്പോൾ. ഈ കേസിൽ തന്നെ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനും വിശദമായ അന്വേഷണം നടത്താനും തീരുമാനമെടുത്തതായി സൂചനകളുണ്ട്. ആലപ്പുഴയിൽ SHO ആയിരുന്ന അരുൺ ആദ്യം തയ്യാറാക്കിയ ഗൺമാൻമാർ കുറ്റക്കാരാണ് എന്ന റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തും എത്തിച്ചതായി സൂചനയുണ്ട്. അത്തരമൊരു റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ രേഖകളിലുണ്ടെങ്കിൽ അതും അന്വേഷണ സംഘം പിടിച്ചെടുക്കും. അവിടെ നിന്ന് പിന്നെ എങ്ങനെ പുതിയ റിപ്പോർട്ട് വന്നു, എങ്ങനെ വെള്ളപൂശി എന്ന ചോദ്യം പിന്നീട് പ്രസക്തമാവും. കോടതിയിൽ കൊടുത്തിരുന്ന റിപ്പോർട്ട് ഇത് ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായി ആണ് എന്നായിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടതും ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതും. എന്തായാലും പുതിയ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയും ചുമതലയേറ്റ ഉടൻ എല്ലാ കാലത്തും വിവാദ നായകനായിരുന്ന ADGP അജിത് കുമാറിന് പണി ഉറപ്പായിട്ടുണ്ട്. പിണറായി വിമർശിക്കുന്നതുകൊണ്ട് മറുനാടിനെ വേട്ടയാടി തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും പിണറായി ഏൽപ്പിച്ചിരുന്ന അജിത് കുമാറിനെ ആയിരുന്നു. അനേകം കള്ളക്കേസുകൾ ഒന്നിനുമേൽ ഒന്നായി എടുത്ത് മറുനാടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ പോലും പിടിച്ചുകൊണ്ടുപോയി മറുനാടിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന താണ്ഡവമായിരുന്നു അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അന്ന് നടന്നത്. ഇതിനൊക്കെ മറുപടി പറയാതെ അജിത് കുമാറിനെ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യാൻ കഴിയില്ല എന്ന സൂചനയാണ് ആലപ്പുഴയിൽ നിന്നും MLA ആയ തോമസിനെയും സുഹൃത്ത് അജയെയും മർദ്ദിച്ച കേസിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്.